ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഇപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണ്. പക്ഷേ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? കെമിക്കൽ സൺസ്ക്രീൻസ് ആണോ മിനറൽ സൺസ്ക്രീൻസ് ആണോ? ഇങ്ങനെ പറഞ്ഞപ്പോൾ ചിലർക്ക് മനസ്സിലായി കാണില്ല. കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഞാൻ പറഞ്ഞുതരാം, വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യാത്ത സൺസ്ക്രീൻ, വിച്ച് മീൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കാസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കെമിക്കൽ സൺസ്ക്രീൻ. ഇനി വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ ആണെങ്കിൽ ദാറ്റ് ഈസ് മിനറൽ സൺസ്ക്രീൻ. ഇതിലേതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. So today's video is all about sunscreen and how do I apply my Attitude sunscreen into my face. ഇതിൽ വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ ആണ്. സോ ഇതെങ്ങനെയാണ് വൈറ്റ് കാസ്റ്റ് ഇല്ലാതെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് വൈറ്റ് കാസ്റ്റ് ഇൻ സൺസ്ക്രീൻസ്? എന്താണ് റീസൺ? ഞാൻ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് സൺസ്ക്രീൻസ് ആണുള്ളത്. കെമിക്കൽ സൺസ്ക്രീൻസ് ഉണ്ട്, അതുപോലെ മിനറൽ സൺസ്ക്രീൻസും ഉണ്ട്. ഈ അത്ലറ്റ്സിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഞാൻ പറയും ഇറ്റ് ഇസ് മിനറൽ സൺസ്ക്രീൻ. ഇതിൽ നമ്മൾ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ആറ്റിറ്റ്യൂഡിൻ്റെ സൺസ്ക്രീനാണ്. ഓക്കെ, സോ ഇത് SPF 30 ആണ്. ഇതിലിപ്പോൾ എല്ലാ സൺസ്ക്രീൻസിലും നമുക്കിപ്പോൾ ഇങ്ങനെ കാണും, അതായത് നമ്മൾ പുറത്തിറങ്ങുന്നതിന് മുന്നേ ഒരു 15 to 20 മിനിറ്റ്സിന് മുന്നേ ഈ പറയുന്ന സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യുന്ന സൺസ്ക്രീൻ പ്രോപ്പർ രീതിയിലല്ല നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യും. അതായത് പോകുന്നതിന് തൊട്ട് മുന്നേ എടുത്ത് ഇങ്ങനത്തെ സൺസ്ക്രീനൊക്കെ എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉണ്ടാവും. സോ അത് പ്രോപ്പർ രീതിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് വൈറ്റ് കാസ്റ്റ്? ഇങ്ങനെ സൺസ്ക്രീനിൽ വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യുന്ന രണ്ട് കമ്പോണൻസ് ആണ്, മെയിൻലി സിങ്ക് ഓക്സൈഡും അതുപോലെ ടൈറ്റാനിയം ഡയോക്സൈഡും. ഈ രണ്ട് കമ്പോണൻസ് ഉള്ളത് കൊണ്ടാണ് അതിലിങ്ങനെ വൈറ്റ് കാസ്റ്റ് കാണുന്നത്, വിച്ച് ഇസ് വെരി യൂസ്ഫുൾ, വിച്ച് ഇസ് വെരി ഹെൽപ്ഫുൾ ടു പ്രിവെൻറ്റ് ദിസ് UV റേസ് നമ്മളെ സ്കിന്നിൽ ഡയറക്റ്റ് ടച്ച് ചെയ്യുന്നതിൽ നിന്നും അത് പ്രിവെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബിക്കോസ് അവിടെ ഒരു ഫിസിക്കൽ ബാരിയർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് കെമിക്കൽ സൺസ്ക്രീനുകളിൽ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഐ മീൻ ടൈറ്റാനിയം ഡയോക്സൈഡ് അല്ല, അവിടെ കൂടുതലും സിങ്ക് ഓക്സൈഡിൻ്റെ പ്രസൻസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പം ഇത് കൂടുതലും ടൈറ്റാനിയം ഡയോക്സൈഡിനേക്കാളും വൈറ്റ് കാസ്റ്റ് കുറവായിരിക്കും ഈ പറയുന്ന സിങ്ക് ഓക്സൈഡ് പോലെ അതുള്ള സൺസ്ക്രീൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇനി വൈറ്റ് കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല, അത് അങ്ങനത്തെ സൺസ്ക്രീൻ വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ സിങ്ക് ഓക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. സിങ്ക് ഓക്സൈഡ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബെസ്റ്റ്. ഇനി ഈ പറയുന്ന കെമിക്കൽ സൺസ്ക്രീൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൻ സെൻസിറ്റിവിറ്റീസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങളുടെ സ്കിന്നൊക്കെ അത് സ്യൂട്ടബിൾ ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ചൂസ് ദിസ് മിനറൽ സൺസ്ക്രീൻ ആൻഡ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, നൗ നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ള കുറേ സൺസ്ക്രീൻസ് ഉണ്ട് നമുക്ക്. ഏതൊക്കെയാണ്? ലൈക്ക് ഡോട്ട് ആൻഡ് കീ ഉണ്ട്, സെറ്റഫിൽ ഉണ്ട്, അതുപോലെ മാമ എർത്തിൻ്റെ ഉണ്ട്, ദെൻ ലോട്ടസിൻ്റെ, ന്യൂട്രോജൻ, അത് ഡെർമാക്കോ, ഇങ്ങനെ കുറേ ഒരു 20 ലിസ്റ്റ് എന്തോ ഉണ്ട് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറേ സൺസ്ക്രീൻസ്. ഇതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇന്ത്യൻ സ്കിൻ എന്ന് പറയുന്ന ലിസ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഈസ് സെറ്റഫിൽ. ഐ നോ ഇറ്റ് ഇസ് നല്ല കോസ്റ്റ്ലി ആണ്. ഏകദേശം അതിൻ്റെ ലൈറ്റ് ജെല്ലിൻ്റെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന സെറ്റഫിലിൻ്റെ സൺസ്ക്രീനിന് ഏകദേശം 900,000 ആ ഒരു റേഞ്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോസ്റ്റ്ലി ആവുന്നത് തന്നെയാണ് ഇറ്റ് ഇസ് ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. സോ സെറ്റഫിലാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ പറയുന്ന ആറ്റിറ്റ്യൂഡിൻ്റെ സൺസ്ക്രീൻ ഇത് വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യുന്നതാണ്. സോ ഇതെങ്ങനെയാണ് ഞാൻ വൈറ്റ് കാസ്റ്റ് ഇല്ലാതെ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് തന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ലൈക്ക് നിങ്ങൾ പുറത്തിറങ്ങുന്നതിന് ഡയറക്റ്റ് സൺ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ ഓക്കെ നിങ്ങൾ ഒരു 15 to 20 മിനിറ്റ്സ് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ എന്ന് പറയുന്നുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത്,
ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ലീവ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്ത് ലൈക്ക് പാറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് ലീവ് ചെയ്യുക. ഇറ്റ് ലൈക്ക് ടു 15 to 20 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ ലീവ് ചെയ്യുക. അപ്പോൾ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ഇന്ന് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ആൻഡ് ഇതിൻ്റെ ഒരു കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. ഐ ഡോ നോ കാണാൻ പറ്റുന്നറിയില്ല, ബട്ട് നല്ല സ്മോൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്, ഇതിൽ സിങ്ക് ഓക്സൈഡ് ഇല്ല. സോ ഇത് വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കാസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ എന്താ പറയുക, സിങ്ക് ഓക്സൈഡ് അതിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കാം. അപ്പോൾ 2 ഫിംഗർ റൂളോ 3 ഫിംഗർ റൂളോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ 2 ഫിംഗർ റൂൾ. ഓക്കെ, ഓക്കെ. നോ ഗോയിങ് ടു കണ്ട നല്ല വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ഞാൻ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഫേസ് മാത്രം അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ല വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യുന്നുണ്ട്, ലൈക്ക് എ ഫേസ് പാക്ക്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ലൈക്ക് അബ്സോർബ് ചെയ്യുന്നത് വരെ റബ്ബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. ഇപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ 15 to 20 മിനിറ്റ്സ് ലീവ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ, സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. സോ അത്രയും വേണ്ട, ലൈക്ക് ഒരു 2 to 3 മിനിറ്റ്സ് മാത്രം നിങ്ങൾ ഇതേപോലെ സ്കിന്നിൽ ലീവ് ചെയ്യുക. ഇപ്പം തന്നെ ആ ചേഞ്ച് വരുന്നുണ്ട്, കണ്ടോ? അങ്ങനെ ലീവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം എന്താണ്, ഇറങ്ങി എവിടെയാണെന്ന് വെച്ചാൽ പൊക്കും. ഓക്കെ, സോ അതിന് മുന്നേ ഇതുപോലെ സ്കിന്നിൽ നിങ്ങൾ ലീവ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ സിങ്ക് ഓക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനാണ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന കെമിക്കൽ സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ഡേഞ്ചറാണ്. ലൈക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നല്ല ഹാംഫുൾ ആയിരിക്കും. സൺസ്ക്രീൻ യൂസ് ചെയ്ത് അത്രയും വില വരുത്തി വെക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കാണുന്ന എല്ലാ സൺസ്ക്രീൻസും നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ അല്ല എന്നുള്ള സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കാറുള്ളത്. ഓക്കെ, ഇപ്പം തന്നെ അത് മാറി വരുന്നുണ്ട്. ലീവ് ഇറ്റ്, ജസ്റ്റ് അതങ്ങനെ പോട്ടെ, അതിൻ്റെ പാട്ടിന് വിട്ടേക്കും. ഓക്കെ, ഇതെൻ്റെ ശരിക്കും എൻ്റെ ബ്രദർ വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ, ആറ്റിറ്റ്യൂഡിൻ്റെ. അവൻ ഇതുപോലെ വൈറ്റ് കാസ്റ്റ് അതൊന്നും അറിയില്ല. ഞാനും ഈയിടെയായിട്ടാണ് ഇതിൻ്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലാക്കുന്നത്. ശരിക്കും കെമിക്കൽ സൺസ്ക്രീൻ ആണോ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻ ആണോ നല്ലത് എന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു. ഞാനും കെമിക്കൽ സൺസ്ക്രീൻസ് എന്നാണ് അതിൻ്റെ പേരെന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഈയിടെയായിട്ട്. ഓക്കെ, കളർ മാറിയത് കണ്ടോ? ഇറ്റ് സ്ലോലി എന്താ പറയുക, അത് അബ്സോർബ് ചെയ്യും. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വാട്ടർ റെസിസ്റ്റൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ വിയർക്കൂലേ, സൺസ്ക്രീൻ കിട്ടിയതിന് ശേഷം വിയർത്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക, ആ സൺസ്ക്രീൻ ഇങ്ങനെ ഒലിച്ചു പോകത്തൊന്നുമില്ല. അതാണ് കെമിക്കൽ സൺസ്ക്രീൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മിനറൽ സൺസ്ക്രീന് കമ്പാരിറ്റീവ്ലി ആ ഒരു ഡ്രോബാക്ക് ഉണ്ട്. അതായത് നമ്മൾ വിയർക്കുമ്പോഴത്തേക്കും പതുക്കെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ എന്താ പറയുക പോകുന്നൊരു സംഭവമുണ്ട്. പക്ഷേ എനിക്ക് ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. സോ ഒരു ഗ്ലാസി ലുക്ക് കിട്ടിയിട്ടില്ലേ. സോ ഇനി നിങ്ങൾ പറയരുത് മിനറൽ സൺസ്ക്രീൻസ് അഴിക്കുകയാണ് എന്നൊന്നും പറയരുത്, എനിക്ക് വിഷമമാവും. ബിക്കോസ് മിനറൽ സൺസ്ക്രീൻസ് ആർ ഗുഡ് ഗൈസ്. നിങ്ങൾ ചൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്യുന്നതിനുള്ള ഒരു കുഴപ്പമില്ല, ഒരു എന്താ പറയുക സൈഡ് എഫക്ട്സും ഇല്ല. ഞാൻ ഇതിൻ്റെ കാര്യമല്ല പറയുന്നത്. ഐ മീൻ മിനറൽ സൺസ്ക്രീൻസ്, അതായത് ടൈറ്റാനിയം ഡയോക്സൈഡോ സിങ്ക് ഓക്സൈഡൊക്കെ ഉള്ള വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യുന്ന സൺസ്ക്രീൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട്
എന്താണ് ബാഡ് എന്ന് നിങ്ങൾ പറയരുത്. ഇറ്റ് ഇസ് ഗുഡ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രോപ്പർ രീതിയിൽ ഈ പറയുന്ന മിനറൽ സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്തില്ല എങ്കിൽ ഇറ്റ് വിൽ ലീവ് വൈറ്റ് കാസ്റ്റ്. ഓക്കെ, സോ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ ഹോപ്പ് യു ഗൈസ് ഈ വീഡിയോ നിങ്ങൾ യൂസ്ഫുൾ ആക്കിയെടുക്കും എന്ന പ്രതീക്ഷയോടെ ബൈ ബൈ. ദിസ് ഇസ് മീ പാർട്ട് 2 സൈനിങ് ഓഫ്. ബൈ. ലവ് യു ഗൈസ്. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.